ബ്ലോസം വാലിയുടെ ഓണത്തിൻ്റെ പ്രോഗ്രാമോട് അനുബന്ധിച്ചുള്ള ഈ ചുറ്റുപാടുള്ളവർക്ക്, അതായത് ഒന്ന് ബ്ലോസം വാലി കേന്ദ്രീകരിച്ചും ഒന്ന് പുതുപ്പള്ളി, 2 മണർകാട് കേന്ദ്രീകരിച്ചും 300 കുടുംബങ്ങൾക്ക് ഈ ഒരു മാസത്തിന് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ മാസവും ഇവിടുന്ന് 100-ലധികം കുടുംബങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഓണം, ക്രിസ്മസ് ഇതുപോലുള്ള പ്രോഗ്രാമിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ചുറ്റുപാടുള്ളവർക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ ആശ്രയമായിരിക്കുന്ന ഇടമായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നാളുകളായിട്ട് ചെയ്തു വരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ മെമ്പർ നമ്മുടെ കൂടെയുണ്ട്, പ്രിയപ്പെട്ട റാണി മെമ്പർ നമ്മുടെ കൂടെയുണ്ട്. ആളുകളെ ഒന്ന് കാണിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള യാതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. തീർച്ചയായിട്ടും ഇതിനോട് സഹകരിച്ച കുറേയധികം പേരുണ്ട്. പ്രിയപ്പെട്ട രഞ്ജിത്ത്, പ്രതീഷ്, അതുപോലെ ബ്ലോസം വാലി കുടുംബം, അവരോടൊക്കെയുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് 15-ലെ ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് ബ്ലോസം വാലിയെ ഞങ്ങൾ കരുതുന്നത്. ബ്ലോസം വാലിയിൽ അച്ഛൻ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ പള്ളിക്ക് ചുറ്റുമുള്ള കുടുംബാംഗങ്ങൾക്ക് അച്ഛൻ വർഷങ്ങളായിട്ട് തന്നെ ഓരോ ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും എല്ലാ ഫെസ്റ്റിവലിനും, അല്ല ഇപ്പോൾ ഓണം ഫെസ്റ്റിവൽ, അതിനോടനുബന്ധിച്ചല്ല അച്ഛൻ ഇവിടെ ഈ പള്ളിക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതിന് അച്ഛൻ ഇനിയും മുന്നോട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്നും കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ഒരു മനസ്സായി അച്ഛൻ തീരട്ടെ എന്നും പ്രാർത്ഥിക്കുകയും എല്ലാവിധ ഓണാശംസകളും നേരുകയും ചെയ്യുന്നു. ഇതൊരു ഔദാര്യമോ ഒന്നുമല്ല, ഇത് മേടിക്കുക എന്നുള്ളൊരു അവകാശം അവരുടെ അവകാശമാണ്. ഇത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മളാരും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല. തമ്പുരാൻ്റെ കരങ്ങളാക്കി നമ്മളെ മാറ്റുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി കണ്ട് ഇതിനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓണത്തിന് മാത്രമല്ല ഈ ചുറ്റുപാടുള്ളവരെ ഓർക്കേണ്ടത്. എന്നും നമ്മുടെ മുമ്പിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ അയൽപക്കത്തുള്ളവൻ കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് ഓർക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ആർക്കും ഒരു ഭക്ഷണത്തിന് ഒരു ദിവസം പോലും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. താങ്ക് യു.